നമ്മുടെ തിരുവനന്തപുരത്ത് ട്രക്കിങ്ങും സ്വിമ്മിങ്ങും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ഒരു ഡേ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പ് പ്ലാൻ ഞാൻ പറഞ്ഞു തരട്ടെ. വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ, പിന്നീട് എന്തായാലും ആവശ്യം വരും. രാവിലെ 8 മണിക്ക് തിരുമലയിൽ നിന്നുമാണ് ഞാൻ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നത് ഞാൻ ഈ പോകുന്ന ഗ്രൂപ്പിൽ ആരെയും എനിക്ക് ഒരു പരിചയമില്ല. 9 മണിയോട് കൂടി അമ്പൂരിയിലെ കൂനിച്ചുമല ട്രക്ക് സ്റ്റാർട്ട് പോയിന്റിലേക്ക് എത്തി. ഫുൾ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന ഒരു ട്രാവൽ ഗ്രൂപ്പിന്റെ കൂടെയാണ് ഞാൻ ഈ യാത്ര തിരിക്കുന്നത്. പോകുന്ന വഴി ഒരുപാട് അടിപൊളി വ്യൂ പോയിന്റുകളുണ്ട്. ഏകദേശം 2 മണിക്കൂർ ഈ ഒരു ബിഗിനർ ലെവൽ ട്രക്കിംഗ് ചെയ്ത് കൂനിച്ചുമലയുടെ ടോപ്പിലേക്ക് ഒരു 11 മണിയായപ്പോൾ എത്തി. എന്തായാലും ടോപ്പിലെ വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കേരളവും തമിഴ്നാടും ഉൾപ്പെടെ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് നെയ്യാർ റിസർവറിന്റെ ഒരു ഏരിയൽ വ്യൂ ആണ് കേട്ടോ. ഏകദേശം ഒരു 2:30 മണിയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്പൂരിയുടെ പാലത്തിലേക്ക് പോവുകയാണ്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് മാത്രം പോകാൻ കഴിയുന്ന അമ്പൂരിയുടെ ഐഡന്റിറ്റി ആയിട്ട് തന്നെ കണക്കാക്കുന്ന അമ്പൂരി പാലമാണ്. അവിടെ നിന്നും ഏകദേശം ഒരു 3:30 മണിയായപ്പോൾ പുരവിമല കടവിലെ വ്യൂ പോയിന്റ് കാണാനായിട്ടാണ് പോയത്. ഈ ട്രിപ്പിൽ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായ ഒരു സ്ഥലമായിരുന്നു. ഈ മലകളും ആറും പതുക്കെ ഒഴുകി പോകുന്ന തോണിയും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഒരു കാം ഫീൽ ആണ് കേട്ടോ. ഇവിടെ നിന്നും അടുത്ത് പോയത് മായം കടവിലേക്കാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് എന്നത് കടത്ത് വള്ളവും ഈ ഒരു സ്വിമ്മിങ്ങും ആണ് കേട്ടോ. ഏകദേശം 4:30 മണിക്കാണ് ഇവിടെ എത്തിയത്. ആദ്യമേ തന്നെ 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു വള്ളത്തിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. കടവിൽ നിന്ന് കാണുന്നത് പോലെ അല്ല ഈ നെയ്യാർ റിസർവോയർ. ഈ വഞ്ചിയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം വ്യൂവും ഫീലും തന്നെയാണ്. അത് കഴിഞ്ഞ് എത്ര നേരം വേണോ ആസ്വദിച്ച് കുളിക്കാൻ പറ്റിയ സൗകര്യം മായം കടവിലുണ്ട്. അങ്ങനെ ഒരു 7 മണിയോട് കൂടി തിരുവനന്തപുരത്ത് തിരിച്ചെത്തി ഈ ട്രിപ്പ് നമുക്ക് അവസാനിപ്പിക്കാം. ഗൈസ് ഫോളോ